ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്ലാന്റ്സ് ചെറിയൊരു ഇൻഡോറും ഔട്ട്ഡോറുമുള്ള പ്ലാന്റ്സൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു 4-5 മാസം കൂടുമ്പോൾ ഒന്ന് റീസെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് പ്ലാന്റ് നല്ല രീതിയിൽ വളരാനും അതിന് എല്ലാ വേരുകൾക്കും നല്ല ഗ്രോത്ത് കിട്ടാനൊക്കെ നല്ലതാണ്. എൻ്റെ ഉള്ളിൽ അധികം ചെടിയൊന്നുമില്ല, 3-4 ചെടികളെ ഞാൻ വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം പുറത്ത് തന്നെയാണുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്ന് ആ പോട്ടൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ വേറൊരു ചട്ടിയിലേക്ക് 2-3 ചെടി മാറ്റുന്നുണ്ട്. പിന്നെ ചെടീൻ്റെ ആ പോട്ടൊക്കെ നല്ല ക്ലീനാക്കി വെക്കുന്നുമുണ്ട്. ഇതൊരു ചെറിയ പോട്ടിലാണ് ഉണ്ടായിട്ടുള്ളത്, അപ്പോൾ അതൊന്ന് വലിയൊരു പോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. മാറ്റുമ്പോൾ നമ്മൾ ഫുൾ അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് വേണം പോട്ടിലേക്ക് ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ചകിരിച്ചോറും വളവും മണ്ണും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഉള്ളിലേക്ക് ഉള്ള പോട്ടാണ്. ഇതുപോലത്തെ ചെടികൾ നമ്മൾ അത്യാവശ്യം കുറച്ച് വലിയ ചട്ടിയിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. ചെറുതിലാകുമ്പോൾ അതിനെ വളരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, വേരെല്ലാം പടർന്നു പിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ ഇലകളൊക്കെ ചിലത് ഒന്ന് വാടിയിട്ടുണ്ട്, അതൊക്കെ ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തുള്ള ചെടികളെല്ലാം ഞാനൊന്ന് എല്ലാം മാറ്റി വെച്ചൊന്ന് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് വെക്കുന്നത്. ഞാൻ ഇത് സ്റ്റാൻഡിലാണ് വെച്ചിട്ടുള്ളത്, ചെറിയൊരു സ്റ്റാൻഡാണ്. സ്റ്റാൻഡൊക്കെ മാറ്റി ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ബാക്കിയുള്ളതൊക്കെ സെറ്റ് ചെയ്യുന്നത്. ചില ചെടികൾക്ക് ഒരുപാട് തൈ ഉള്ളതുകൊണ്ട് ഞാൻ വേറെ തന്നെ പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. നമ്മൾ വേറെ തന്നെ ഒരു പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ നേരിട്ട് വെയിലത്തേക്ക് വെക്കാൻ പാടില്ല. ഒരാഴ്ച എങ്കിലും ഒരു തണലത്ത് വെച്ച് അതൊന്ന് ഗ്രോത്ത് ആയതിന് ശേഷം മാത്രമേ നമ്മൾ സൂര്യപ്രകാശം കൊള്ളിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇലകൾക്കൊക്കെ വാട്ടം തട്ടാനും വേരുകൾ വളരാനൊക്കെ അതിന് ബുദ്ധിമുട്ടായിരിക്കും. അത് എപ്പോഴും അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ചെടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ മുഴുവനായിട്ടൊന്നും കാണിച്ചിട്ടില്ല, ചെറിയൊരു ഭാഗമേ കാണിക്കുന്നുള്ളൂ. ഞാൻ സ്റ്റെപ്പിലും 2 ചെടി വെക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒന്ന് അടിച്ചു വാരി ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. പോട്ടൊക്കെ നല്ല രീതിയിലൊന്ന് തുടച്ചെടുക്കുകയാണ്. കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ നല്ല രീതിയിലൊന്ന് തുടച്ചെടുത്തതിന് ശേഷമാണ് അതിലേക്ക് റീസെറ്റ് ചെയ്യുന്നത്. ഞാൻ 1 വീക്ക് മുന്നാണ് ഈ പ്ലാന്റ് ഒന്ന് വേറൊരു പോട്ടിൽ നിന്ന് മാറ്റിയെടുത്തതാണ്. അതിലൊരുപാട് തൈ ആയതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഒരു തൈ ഇതിലേക്ക് മാറ്റിയതാണ്.
ഞാൻ സ്റ്റെപ്പിൽ സ്നേക്ക് പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.